ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഏത് സദ്യയിലായാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണല്ലേ തോരൻ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഓണസദ്യക്കൊക്കെ പ്രധാനമായിട്ടുള്ള തോരൻ റെസിപ്പിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സദ്യയിലേക്ക് തോരൻ എന്തായാലും ക്യാബേജ് തോരനായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാബേജ് തോരൻ്റെ പാതി മുറിച്ചെടുക്കാം. അതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാനത് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കൊത്തി അരിയാണ് ചെയ്യുന്നത്. കൊത്തി അരിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരേ വേവിൽ എല്ലാം ഒരേ സമയത്ത് തന്നെ വെന്ത് കിട്ടും. ഇതേപോലെ ചെറുതായിട്ടൊന്ന് കൊത്തി കൊടുത്തിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൊത്തത്തിൽ നമ്മൾ കൊത്തിയെടുക്കാം. നമ്മുടെ ക്യാബേജിൽ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതാകുമ്പോഴത്തേണ്ട് ഒരേ അളവിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരേ വേവിൽ തന്നെ വെന്തെടുക്കാനും ഒക്കെ സാധിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ മുട്ടിലുള്ള ഒരു തടി പോലെ കട്ടിയുള്ള ഭാഗം അത് ഞാൻ ഇതിലോട്ട് അരിഞ്ഞ് ചേർക്കില്ല, കളയാണ് ചെയ്യുന്നത്. നമുക്കിത് അടുപ്പിലോട്ടാക്കാം. ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി വരട്ടെ. പാത്രമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ആഡാക്കി കൊടുക്കുക കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലോട്ട് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പൊന്ന് മൂത്ത് വന്നപ്പം കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഒന്ന് പൊട്ടിയൊക്കെ വരട്ടെ. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മുട്ടക്കോസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിൽ സവാള ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ചിലർ തോരത്തിൽ സവാള കൂടി ചേർക്കും. പിന്നെ ഈ മുട്ടക്കോസ് തോരത്തിൽ സവാള ചേർക്കാറില്ല. ചേർത്തിലൊന്നുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലോട്ട് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു പാത്രം വെച്ചതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തോരൻ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കീറുമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1-2 അല്ലി വെളുത്തുള്ളി, അവസാനമായിട്ട് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് മിക്സി കിട്ടുന്ന അരച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മുടെ തോരനൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ, എണ്ണയിൽ കിടന്നാണ് വേവുന്നത്. നമ്മുടെ തോരൻ ഏകദേശം ഒരു പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയിൽ ജാറും കൂടി ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇത് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സമയം കൂടി ഇത് അടുപ്പിലൊന്നും ഇട്ടുന്നതിന് കുഴപ്പമില്ല. ചെറിയ തീയിൽ കുറച്ച് സമയം കൂടി ഇട്ടേക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുമ്പേ തന്നെ ഞാൻ വേറൊരു രീതിയിൽ നമ്മൾ സദ്യയിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ ഒരുപാട് ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള
ക്യാബേജ് തോന്നുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. ഞാൻ നമ്മുടെ എൻ്റെ സ്ക്രീനിൽ വെച്ച് വയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ലൈക്കിനോടൊപ്പമുള്ള ഹൈപ്പും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ആദ്യത്തെ ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.